എല്ലാവർക്കും ഇ.ടി. വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം. പിന്നെ നമുക്ക് കഴിഞ്ഞ വാച്ച് ലിസ്റ്റിനെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പുതിയ ലക്കത്തിലെ കാര്യങ്ങൾ സംസാരിക്കാം. കഴിഞ്ഞ വാച്ച് ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞത് പതിവിന് വിപരീതമായിട്ട് 2 ഓഹരികൾ വാച്ച് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ്. അതിലൊന്ന് ടാറ്റ സ്റ്റീലും മറ്റൊന്ന് മഹാരാഷ്ട്ര സീംലെസ്സുമാണ്. നിക്ഷേപകർക്കേറെ പ്രിയപ്പെട്ട ഓഹരിയായ ടാറ്റ സ്റ്റീൽ വാച്ച് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ പലരും നെറ്റി ചുളിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ആ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞു. എന്താണ് ടാറ്റ സ്റ്റീലിന് പ്രതികൂലമായിട്ട് ബാധിച്ചത്? കഴിഞ്ഞ ആഴ്ച പ്രതികൂലമായി ബാധിച്ച കാര്യങ്ങൾ അത് ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് മാറിയതുകൊണ്ടാണ്. അപ്പം പറയുകയാണെങ്കിൽ സ്റ്റീൽ അല്ലെങ്കിൽ മിനറൽസ് എക്സ്ട്രാക്ഷൻ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിധി സുപ്രീം കോടതി നിർണായകമായിട്ടുള്ളൊരു വിധി വന്നിരുന്നു. നേരത്തെ ഒരു മിനറൽസ് ഒരു സ്ഥലത്ത് നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ റോയാലിറ്റിയും സെൻട്രൽ ഏർപ്പെടുത്തുന്ന ലെവിയുമാണ് ഉണ്ടായിരുന്നത്. ആ ഏത് സംസ്ഥാനങ്ങൾക്ക് അതിനകത്ത് വലിയൊരു റോളില്ലായിരുന്നു നികുതി ചുമത്തുന്നതിന്. അപ്പം 89 തുടങ്ങിയ ഒരു വ്യവഹാരമാണ്, നിയമ നടപടിയുടെ വെഡിക്റ്റാണെന്ന് വേണേൽ പറയാം ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യം വന്നിരിക്കുന്നത് 2024 ജൂലൈ 25 വിധി വന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ ഈ റോയാലിറ്റി ഒരു ടാക്സായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിനും വേണം ഒരു ടാക്സ് അതിൽ ചുമത്താമെന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ആകത്തുക ഒരു ഓൺലൈനായിട്ട് പറയുമ്പോൾ. അപ്പം സെൻട്രൽ ലെവിയായിട്ട് ചുമത്തുന്ന പോലെ തന്നെ ഇവർക്കും സംസ്ഥാനങ്ങൾക്ക് ചുമത്താമെന്ന് വന്നതോടെ തന്നെ അത് റെട്രോസ്പെക്റ്റീവായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ഇത്തവണത്തെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം വന്ന വിധിയിൽ സംസ്ഥാനങ്ങൾക്ക് ഈ ഖനിയുടെ അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ ഖനനം ചെയ്തെടുക്കുന്നതിന് മുകളിൽ ഒരു നികുതി ചുമത്താമെന്നുള്ള അവകാശത്തെ ഇക്കഴിഞ്ഞ ജൂലൈ 25 വിധിയിൽ അംഗീകരിച്ചിരുന്നു. അതിൻ്റെ പുറത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിടാവുന്ന അല്ലെങ്കിൽ ബാധ്യത വരുമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഓഹരിയായിരുന്നു ടാറ്റ സ്റ്റീൽ. അത് അതേപോലെയാണ് ഇപ്പോൾ സംഭവിച്ചത്. ആ രീതിയിലൂടെ തൽക്കാലത്തേക്ക് ഇവർക്കൊരു പ്രശ്നം നേരിടാമെന്നുള്ള രീതിയിൽ ആ ഒരു തൽക്കാലം ഒഴിവാക്കണം എന്നുള്ളൊരു അർത്ഥത്തിൽ അത് നമ്മൾ പറഞ്ഞിരുന്നു. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഇവർക്ക് 17,300 കോടി രൂപയുടെ ബാധ്യതയാണ് വരുന്നത്. ഒഡീഷ സർക്കാരുമായിട്ടുള്ളായിരുന്നു ഇവരും ഈ നിയമവ്യവഹാരങ്ങളിൽ പങ്കാളിയായിരുന്നു ടാറ്റ സ്റ്റീൽ. പക്ഷേ അവരെ സംബന്ധിച്ച് ഇപ്പോൾ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നടപടി നടക്കുന്ന വേളയിൽ തന്നെ വിധി പ്രതികൂലമായാലും നൽകേണ്ടി വരുന്ന നികുതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനിങ് ഇവർ ഓൾറെഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നോക്കുമ്പോൾ ടാറ്റ സ്റ്റീലിൽ തിരിച്ചു കയറിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം 17,300 കോടി രൂപ അവർ കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പറയുന്നത് കണ്ടീഷൻ ലയബിലിറ്റി ആയിട്ട് 17,300 കോടി രൂപ വരെ ഞങ്ങൾക്ക് വരാം. അതിനിയും ഇപ്പോൾ കണക്കൂട്ടിയേക്കുന്നതിന് പുറത്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പെനാൽറ്റിയോ സെസ്സോ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ലെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏർപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒറ്റയടിക്കല്ലാതെ 12 വർഷത്തെ ഇടവേള 2026 മുതൽ തുടങ്ങുന്ന 12 വർഷ കാലഘട്ടത്തിൽ തിരിച്ചു കൊടുത്താലും മതിയെന്ന് പറഞ്ഞാൽ പോസിറ്റീവായിരുന്നു. അങ്ങനെയാണ് ടാറ്റ സ്റ്റീലിന് അത് വന്നത്. പക്ഷേ ആദ്യത്തെ ഘട്ടത്തിൽ നോക്കുമ്പോൾ ഇതിന് വളരെയധികം ലാർജറായിട്ട് എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു വിധിയാണത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ത് ടാക്സ് ഏർപ്പെടുത്തി അല്ലെങ്കിൽ ഇൻപുട്ട് കോസ്റ്റിൽ എന്ത് വർധന വന്നാലും അതിൻ്റെ ആത്യന്തികമായിട്ട് അത് അനുഭവിക്കാൻ പോകുന്ന എൻഡ് യൂസർ ആയിരിക്കും, ഉപഭോക്താക്കളായിരിക്കും. ഇപ്പോൾ ഈ മിനറൽ എക്സ്ട്രാക്ഷൻ ടാക്സ് ഏർപ്പെടുത്തിയിലൂടെ സംസ്ഥാനങ്ങൾക്ക് നികുതി ചുമത്താമെന്ന് വന്നതിലൂടെ ഉണ്ടാകാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടൊരു ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിന് പോലും ബാധിക്കും. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ നിലവിലത്തെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ്റെ 40% കോളിൽ നിന്നാണ്. അതായത് തെർമൽ പവറാണ്. തെർമൽ പവറിന് ഇപ്പോഴും ഉപയോഗിക്കുന്നത് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കോളാണ്, കൽക്കരിയാണ്. അപ്പം കൽക്കരിക്ക് ഈ പറഞ്ഞ മൈൻ ചെയ്തെടുക്കുന്നതിന് ഇനി മുതൽ ടാക്സ് ഏർപ്പെടുത്താമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെയും വില വർദ്ധിക്കാം. പക്ഷേ നിലവിലത്തെ എല്ലാ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള എക്സ്പെർട്സൊക്കെ പറയുന്ന 1 to 3 വരെയൊക്കെയാണ് ഒരു പെർസെൻറ്റേജിൻ്റെ ഒരു അധിക വർധന വരത്തുള്ളതെന്ന് പറയുന്നത്. നിലവിലത്തെ ഒരു ടേൺ ഓവറിൻ്റെ 1 to 3% വരെയുള്ള ഒരു ബാധ്യത അധികം വരുന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും നിലവിനെക്കാട്ടും റേറ്റ് കൂടാൻ പറ്റുന്ന ഘടകങ്ങളാണ് ഇതിലൂടെ എല്ലാം സംഭവിക്കുന്നത്. എന്തായാലും പുതിയ ആഴ്ചയിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഓഹരികളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ നമ്മൾ ആദ്യം പരിഗണിക്കുന്ന ഓഹരി, ആ ഓഹരിയുടെ ഒരു മെച്ചം പറയാൻ വേണ്ടി മാത്രം പറയുകയാണ്. 1 വർഷം മുമ്പ് ആ ഓഹരിയിൽ ആരെങ്കിലും 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഇപ്പോൾ 1,75,000 ആയി കാണും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അക്വോ കൾച്ചർ ഇൻഡസ്ട്രിയൽ കമ്പനിയിലെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ് ഈ കമ്പനി. കമ്പനിയുടെ പേര് അവന്തി ഫീഡ്സ് എന്നാണ്. ഷ്രിംപ് എക്സ്പോർട്ട് ഈ മേഖലയിലാണ് കമ്പനി പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. എന്താണ് ഈ കമ്പനിയെക്കുറിച്ചുള്ള പിന്തുവിൻ്റെ അഭിപ്രായം? 10 വർഷത്തിന് മുകളിൽ പ്രവർത്തന പാരമ്പര്യമുള്ളൊരു കമ്പനിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ചെമ്മീൻ തീറ്റയും അതുപോലെ തന്നെ പ്രോസസ്ഡ് ചെമ്മീനുകൾ, സംസ്കരിച്ച ചെമ്മീൻ ഉൽപ്പന്നങ്ങളെയും സമുദ്ര ഉൽപ്പന്നങ്ങളെയും കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളൊന്നാണിത്. ഇവർ ഈയിടയ്ക്ക് അധികം ശ്രദ്ധ നേടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷന് ശേഷം ആന്ധ്രയുമായി ബന്ധപ്പെട്ട് ആന്ധ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. അപ്പോൾ അന്ന്
കോalition ഗവൺമെൻറ് ഉണ്ടായി TDPക്ക് നിർണായക റോള് സർക്കാരിനെ രൂപീകരിക്കേണ്ടി വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഒരു ഓഹരികളൊന്നായിരുന്നു ഈ അവന്തി ഫീഡ്സ്. അന്ന് തന്നെ ആ ജൂണിൽ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ആന്ധ്ര സ്റ്റോക്കുകൾ എന്ന പേരിലൊരു റാലി നടന്ന കൂട്ടത്തിൽ മുൻനിരയിലായിരുന്നു. അന്നും നല്ല രീതിയിൽ നേട്ടമുണ്ടാക്കിയ ഒരു ഓഹരിയാണിത്. ബജറ്റിലും പ്രത്യേകിച്ച് ആന്ധ്ര ഫോക്കസ്ഡായിട്ട് കുറച്ച് പ്രഖ്യാപനങ്ങളും പ്രത്യേകിച്ച് ചെമ്മീൻ കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചെമ്മീൻ്റെ സംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ നിർദ്ദേശങ്ങൾ ബജറ്റിൽ നിന്ന് വന്നിരുന്നു. അങ്ങനെയും ഈ ഓഹരി ശ്രദ്ധിക്കപ്പെട്ടിരുന്നതാണ്. പ്രധാനമായിട്ടും ഈ ചെമ്മീൻ മേഖലയുമായിട്ടുള്ള കയറ്റുമതി 1 ലക്ഷം കോടിയിലേക്ക് എത്തിക്കുമെന്നും ചില തീരുവകൾ ഈ തീറ്റയ്ക്ക് വേണ്ട ചില റോ മെറ്റീരിയൽസിൻ്റെ തീരുവകൾ 15% 5% ആക്കിയതും പിന്നെ 20,000 കോടിയുടെ ഒരു അഡീഷണൽ സപ്പോർട്ട് ഈ ചെമ്മീൻ സംസ്കരണ മേഖലയിൽ കൊടുക്കുന്നതൊക്കെ പറയുന്ന ഒരു ബെനിഫിഷ്യറിയാണ് ഈ കമ്പനി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ചെമ്മീൻ തീറ്റ ഉൽപ്പാദകരാണ് ഇവർ. ഇന്ത്യക്ക് പുറമെ ശ്രീലങ്കയിലേക്ക് ബംഗ്ലാദേശിൽ ഇവർ ഒരു ഉൽപ്പന്നങ്ങൾ ഷ്രിംപ് ഫീഡ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. നിലവിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ 45% ഈ ചെമ്മീൻ തീറ്റയുമായി ബന്ധപ്പെട്ടുള്ള വിപണിയുടെ 45% കൈയാളുന്നത് അവന്തി ഫീഡ്സ് ആണ്. പിന്നെ ഇവരുടെ റവന്യൂ നോക്കുമ്പോഴും ഈ കമ്പനിയുടെ റവന്യൂവിൽ 81% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഷ്രിംപ് ഫീഡാണ്, ചെമ്മീൻ തീറ്റയാണ്. 19% ആണ് ഈ പ്രോസസ്ഡ് ഷ്രിമ്പുകൾ കയറ്റുമതിയിലൂടെ ഈ കമ്പനിക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിനൊരു ഇവർക്ക് ഏറ്റവും വലിയൊരു എഡ്ജ് നൽകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ സീ ഫുഡ് പ്രൊഡ്യൂസറായിട്ടുള്ള തായ് യൂണിയൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയുമായിട്ടൊരു സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു ടൈപ്പ് ഉണ്ട്. ടെക്നിക്കലായിട്ടുള്ള ടൈപ്പും ഒരു മാർക്കറ്റിംഗ് ടൈപ്പും ഉണ്ട്. അതിലൂടെ തന്നെ ഇവർക്ക് വലിയ സാധ്യതകളാണ് തുറന്നു കിട്ടിയിട്ടുള്ളത്. പ്രധാനമായിട്ട് 2 സബ്സിഡറി കമ്പനികൾ വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒന്ന് അവന്തി ഫ്രോസൺ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനിയാണ് ഇത് എക്സ്പോർട്ടിംഗ് കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. പിന്നെ സ്വിംസൺ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ 2 കമ്പനികളാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇവരൊരു ഉൽപ്പാദന ശേഷി നോക്കുകയാണെങ്കിൽ ഷ്രിംപ് ഫീഡിൻ്റെ ഉൽപ്പാദന ശേഷി നോക്കുകയാണെങ്കിൽ 7.75 ലക്ഷം മെട്രിക് ടൺ പെർ ആനമാണ്. പ്രതിവർഷം 7.25 ലക്ഷം മെട്രിക് ടൺ ഉൽപ്പാദന ശേഷി ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഒരു ഷ്രിംപ് പ്രോസസ്സ് ചെയ്യാനുള്ള എക്സ്പോർട്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് വാർഷികമായി 29,000 മെട്രിക് ടണ്ണാണ്. ഇനി ഇവരൊരു പോസിറ്റീവ് ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ നിലവിൽ നമുക്ക് പോസിറ്റീവ് ഘടകങ്ങൾ കണ്ടെത്താൻ കഴിയും. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർക്കിപ്പം ഇവരുടെ സാഹചര്യങ്ങൾ അനുകൂലമായതോ. ഒന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവർ ഇൻപുട്ട് കോസ്റ്റിനുള്ള ആ റോ മെറ്റീരിയലിനൊക്കെ വില കുറഞ്ഞായിട്ട് കാണും. അതേസമയം തന്നെ വോളിയം ഡിമാൻഡ് വരുന്നതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ഒരേ സമയം ഗുണകരമാവുകയാണ്. അതായത് ഇൻപുട്ട് കോസ്റ്റ് കുറയുന്നു, വോളിയം ഡിമാൻഡ് വരിക എന്ന് പറയുന്നത് മുന്നിലേക്ക് ഇവർക്ക് വളരെയധികം റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി നൽകുന്നൊരു ഘടകങ്ങളാണ്. ഇതാണ് പ്രധാനമായിട്ടും നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. പ്രോഫിറ്റ് മാർജിൻ നോക്കുമ്പോഴും മെച്ചപ്പെടാനുള്ള സാധ്യത ഈ 2 കാര്യങ്ങളും. ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അത് വാല്യുവേഷൻ സൈഡിലോട്ട് വരുമ്പോൾ പറയാം. അതായത് കമ്പനിക്ക് മുന്നിലുള്ള പ്രോഫിറ്റബിലിറ്റി വളരെ വർദ്ധിക്കുന്ന ഘടകങ്ങളാണല്ലോ. ഒന്നെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇൻപുട്ട് കോസ്റ്റ് കുറഞ്ഞ സമയം ഡിമാൻഡും കൂടുന്നു. അപ്പോൾ ആ ഒരു പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഈ കാര്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ പുതിയൊരു ഇവർ ഡൈവേഴ്സിഫൈ ചെയ്യാനും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പുതിയൊരു സബ്സിഡറി കമ്പനിയിലൂടെ അത് ശ്രമിക്കുന്നുണ്ട്. പെറ്റ് ഫുഡിലേക്കും മാറാനുള്ളൊരു ശ്രമം നടത്തുന്നത് വളരെ പോസിറ്റീവാണ്. അത് 2 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു അനൗൺസ് ചെയ്യുന്ന പ്രോജക്റ്റ് കംപ്ലീഷൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അത് കമ്പനിയെ സംബന്ധിച്ച് ഒരു പുതിയ റവന്യൂ സോഴ്സും മാത്രമല്ല കോമ്പറ്റീഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിടാനും പ്രാപ്തമാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ നമ്മളൊരു അവരുടെ ക്വാർട്ടർലി റിസൾട്ടുകൾ നോക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് നോക്കുമ്പോഴും ഒരു ഫിനാൻഷ്യൽ അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഫിനാൻഷ്യൽ 26 വരെ നോക്കുമ്പോഴും പ്രോഫിറ്റ് ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ചെയ്യാനുള്ളൊരു സാധ്യതകൾ കാണുന്നുണ്ട്. റവന്യൂ പക്ഷേ ഒരു സിംഗിൾ ഡിജിറ്റിൻ്റെ ഗ്രോത്ത് ആയിരിക്കും കാണിക്കുക. അതായത് ഒരു ഡൈവേഴ്സിഫൈ ആയുള്ള ഒരു എഫേർട്ട് നമുക്കിത് കാണാൻ കഴിയും. പ്രോഡക്ട്സ് ആയാലും സെഗ്മെൻറ്റ്സിലായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന കാണാൻ പറ്റും. ലോങ് ടൈമിലേക്കും വളരെയധികം ബെനിഫിറ്റ്സ് നമുക്ക് ഈ റോഹിൽ നിന്ന് കാണാൻ കഴിയും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ബജറ്റിൻ്റെ അത് വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി ഇതിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ ഇത് കമ്പനിയുടെ ഒരു ബേസിക്സ് ആണ് പറയുന്നത്. വാല്യുവേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നേരത്തെ സാർ പറഞ്ഞ പോലെ ഡിവിഡൻറ്റിൻ്റെ കാര്യം റെഗുലേറ്റഡ് ഡിവിഡൻഡ് പേ ചെയ്യുന്ന കമ്പനിയാണ്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട് 30% എന്നുള്ള രീതിയിൽ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് നൽകുന്ന ഒരു കമ്പനിയുമാണിത്. സ്റ്റോക്കിൻ്റെ ഒരു പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിൽ വാല്യുവേഷനിൽ നോക്കുന്ന ബുക്ക് വാല്യൂ PE ആണ് നമ്മൾ മെയിനായിട്ട് വാല്യുവേഷൻ ബേസിൽ നോക്കുമ്പം സ്റ്റോക്കിൻ്റെ PE പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് റേഷ്യോ നോക്കുമ്പോൾ 24.92 നിൽക്കുന്നത്. ഈ സെക്ടറിൻ്റെ PE നിൽക്കുന്നത് 38.4 ആണ്. അപ്പോൾ അതിൽ തന്നെ ഒരു ഇൻട്രൻസിക് വാല്യൂ അല്ല അണ്ടർ വാല്യൂഡ് ആണ് നമുക്ക് കാണാൻ കഴിയും. ബുക്ക് വാല്യൂ കഴിഞ്ഞ് 3 വർഷമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും, മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം നമുക്ക് കാണാൻ കഴിയുന്നത് ആനുവലി ഉള്ളവർക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് സെക്ടറിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തിനെക്കാട്ടും മേളിൽ അപ്പോൾ ഒരു എക്സൽ ചെയ്യുന്ന കമ്പനിയെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സെക്ടറിന് ഗുണകരമായിട്ട് വരുന്ന എന്തെങ്കിലും ഒരു അനുകൂലാവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനിയായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇവരുടെ ഓപ്പറേഷണൽ കപ്പാസിറ്റി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും.
പിന്നെ ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണ്. അതെ, ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണ്. റെഗുലറായിട്ട് ഡിവിഡൻഡ് പേ ചെയ്യുന്ന കമ്പനിയാണ്. FIs ബൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രോഫിറ്റബിലിറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയാലും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, ഈ രണ്ട് ഫാക്ടേഴ്സും 15-20% ഉള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു നിലവാരം തന്നെയാണ്. പൈട്രോസ്കി സ്കോർ നോക്കുമ്പോൾ 6%, അതൊരു ആവറേജ് ഫിനാൻഷ്യൽ തന്നെയാണ്. നെഗറ്റീവ് നമുക്ക് ഇപ്പോൾ നിലവിൽ പറയാൻ വലിയ ഘടകങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു സീസണാലിറ്റി നോക്കുകയാണെങ്കിലും കഴിഞ്ഞ 15 വർഷത്തെ ഓഗസ്റ്റ് മാസത്തെ ഒരു ട്രേഡിങ്ങിൻ്റെ മന്ത്ലി വൈസിൽ നോക്കുമ്പോൾ 12 തവണയും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് മന്ത്ലി ട്രേഡ്. അപ്പോൾ അതിൽ മാക്സിമം ഒരു പോസിറ്റീവ് 47% രേഖപ്പെടുത്തിയിട്ടുള്ള ഓഗസ്റ്റിലുണ്ട്. പക്ഷേ ഒരു ആവറേജ് ഒരു 13% ഒരു ഡബിൾ ഡിജിറ്റുള്ള നേട്ടം ഈ ഓഗസ്റ്റ് മാസങ്ങളിൽ, മുൻകാല ഓഗസ്റ്റ് മാസങ്ങളിൽ ഇത് കാണിച്ചിട്ടുണ്ട്. 3 തവണയാണ് നെഗറ്റീവായിട്ടുള്ളത്. അതിൽ പക്ഷേ ഒരു ആവറേജ് 11% നെഗറ്റീവ് ആകുകയാണെങ്കിൽ 11% ഒരു ആവറേജ് ഒരു നിലയിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ 696 റേഞ്ചിലാണ് ഇത് ട്രേഡ് ചെയ്യപ്പെടുന്നത്. 793 ആണ് 52 വീക്ക് ഹൈ. പക്ഷേ എൻ്റെ ഓൾ ടൈം ഹൈ 979 ആണ്. 52 വീക്ക് ലോ 385 ആണ്. പക്ഷേ എൻ്റെ ഓൾ ടൈം ലോ എന്ന് പറയുന്നത് ₹1.40 അതൊക്കെ 90 മുന്നുള്ള 2000 മുന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതാണ് ഒരു ഓഹരിയെ പറ്റി പറയാനുള്ളത്. എന്തായാലും ഫണ്ടമെന്റൽസും വാല്യൂഷനും നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ഓഹരി തന്നെയാണ്. ഒട്ടുമിക്ക ഓഹരി വിദഗ്ധരും വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഈ ഓഹരിയെക്കുറിച്ചുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ ശിവദേവ് പറയട്ടെ. നമസ്കാരം. നമ്മളിവിടെ അവന്തി ഫീഡ്സിൻ്റെ ഒരു ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇത് വീക്ക്ലി ചാർട്ടാണ്. നമുക്ക് ആദ്യം വീക്ക്ലി ലെവൽസ് ഒന്ന് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഒരു ഓൾ ടൈം ഹൈ ലെവൽസിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. കുറേ നാൾ കൺസോൾട്ടേഷനിൽ കിടന്നതിന് ശേഷമാണ് ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡ് മൂവ്മെൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീക്ക്ലി ചാർട്ടിൽ തന്നെ നമ്മളൊരു ട്രെൻഡ് ലൈൻ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് നോർമലായിട്ടുള്ളൊരു ട്രെൻഡ് ലൈനിലാണ് ഈ ഒരു സ്റ്റോക്ക് റെസ്പെക്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് നമുക്കിവിടെ കാണാം. ഇതേ സ്റ്റോക്ക് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ട് ഒരു അപ്വേർഡ് ഷിഫ്റ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ കുറേ ആഴ്ചകളായിട്ട് ഹിറ്റ് കിട്ടിയിരുന്നു. അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ടാണ് സ്റ്റോക്കിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ EMI നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു EMI 20 ലെവലിൽ നിന്നും അതേപോലെ തന്നെ 50 വരെ അതിൻ്റെ ലെഗ് പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. വോളിയം നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പുൾ ബാക്ക് ക്യാൻഡിലാണ് കഴിഞ്ഞ വീക്കിലുണ്ടായിരിക്കുന്നത്. അതിന് മുമ്പൊക്കെ മികച്ച വോളിയത്തോടു കൂടിയാണ് സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്ക് പോയിരിക്കുന്നത്. ഇത് കൂടുതലായിട്ടും കൺസോൾട്ടേഷനിൽ കിടന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ടാണ് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്ക് വീക്ക്ലിയിൽ ഫിബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്നും കൂടെ നോക്കാം. ഫിബ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നമുക്ക് അതിൻ്റെ ഒരു ഏതൊക്കെ ലെവൽസാണ് റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി സാധിക്കും. കൃത്യമായിട്ട് നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വളരെ വലിയൊരു മരുബോസ് ക്യാൻഡിലാണ്. അത് 0.382 ബുള്ളിഷ് ലെവലാണ്. അവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ വീക്കിലെ ക്യാൻഡിൽ 0.236 അതൊരു ബുള്ളിഷ് ലെവലാണ്. അവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതേ സ്റ്റോക്ക് തന്നെ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ എത്തരത്തിലാണ് അതിൻ്റെ പെർഫോമൻസ് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു അപ് ട്രെൻഡ് മൂവ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ EMI ലെവൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കാനാണ് സ്റ്റോക്ക് നോക്കുന്നത്. EMI ഒരു 20 ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കാനാണ് നോക്കുന്നത്. ഈ ഒരു വലിയ ക്യാൻഡിൽ വന്നതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് വോളിയം ഒന്ന് നോക്കാം. പുൾ ബാക്ക് ക്യാൻഡിൽസ് ആണ്, താരതമ്യേന കുറഞ്ഞ വോളിയമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്താൽ അപ് ട്രെൻഡ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. ഈ ഒരു മരുബോസി ക്യാൻഡിലെ ഹയർ ലെവൽസ് അതേപോലെ ക്ലോസിങ് ലെവലുകൾ നമ്മൾ ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഒരു 793 അതേപോലെ 7771 ഈ രണ്ട് റേഞ്ചുകളിൽ ഒരു റെസിസ്റ്റൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. ഇത്തരത്തിലെ ലെവൽസുകൾ നോക്കി മാത്രം ഈ ഓഹരിയിലെ ട്രേഡിംഗ് അല്ലെങ്കിൽ നിക്ഷേപം പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഓഹരി ശ്യാം മെറ്റാലിക്സ് എനർജിയാണ്. എന്താണ് ഈ ഓഹരിയെക്കുറിച്ച് പറയാനുള്ളത്? സ്റ്റീൽ സെക്ടറിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓഹരിയാണ്. നോക്കുമ്പോൾ ഇന്ത്യയിലെ 6th ലാർജസ്റ്റ് ഇൻറ്റിഗ്രേറ്റഡ് സ്റ്റീൽ പ്രൊഡ്യൂസറാണ്. ഇൻറ്റിഗ്രേറ്റഡ് സ്റ്റീൽ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പം റോ മെറ്റീരിയലിൽ നിന്ന് ഫിനിഷ് പ്രോഡക്റ്റ് ആക്കാനും പറ്റുന്ന ഒരു ഉൽപ്പാദനം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു അർത്ഥത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ 6th ലാർജസ്റ്റ് ഒരു ഇൻറ്റിഗ്രേറ്റഡ് സ്റ്റീൽ പ്രൊഡ്യൂസറാണ് ഇവർ. പിന്നെ നോക്കുമ്പോൾ ലാർജസ്റ്റ് ഫെറോലേസിലും പ്രൊഡക്ഷനിലും ഇന്ത്യയിൽ മുൻനില നിൽക്കുന്ന കമ്പനിയാണ്. ലാർജസ്റ്റ് സ്പോഞ്ച് അയണിലും 4th ലാർജസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കമ്പനിയാണിത്. പെല്ലറ്റ് കപ്പാസിറ്റിയിലും മുൻനില നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. പറയുകയാണെങ്കിൽ 2002 ആരംഭിച്ച കമ്പനിയാണ്. ഇപ്പോൾ 715 റേഞ്ചിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. ഓൾ ടൈം ഹൈ അല്ല 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 77.2 ആണ്. ഡൗൺ നോക്കുകയാണെങ്കിൽ 420 ആണ്. 420 ആണെന്ന് തോന്നുന്നു. 420-50 മറ്റോ ആണെന്ന്. അപ്പം ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ നോക്കും ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ് ഈ ശ്യാം മെറ്റലിക്സ്.
3 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് നമുക്ക് ഇതിൻ്റെ ഒരു കമ്പനിയുടെ ഒരു ബേസിക്സിലൂടെ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഒരെണ്ണം ഒഡീഷയിലും 2 വെസ്റ്റ് ബംഗാളിലുണ്ട്. വെസ്റ്റ് ബംഗാൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണിത്. പിന്നെ ഇവർക്കൊരു ക്യാപ്റ്റീവ് പവർ പ്ലാന്റും ഉണ്ട് 375 മെഗാവാട്ടിൻ്റെ. ഇതിൻ്റെ അകത്ത് നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു പുതിയൊരു ക്യാപെക്സ്, അതായത് പുതിയൊരു അലുമിനിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ വിഭാഗത്തിലേക്ക് കമ്പനിയുടെ ഒരു പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനായിട്ടൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞിട്ടുണ്ട് 810 കോടിയുടെ. അപ്പം അതൊരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഫെറോ അലോയ് ആ മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത്. അതെ. അപ്പം അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ 26ലേക്ക് നോക്കുമ്പോൾ എബിറ്റയുടെ ഒരു വർധനവ് വളർച്ച ഗ്രോത്ത് കാണിക്കുന്നത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ നിലവിൽ അവരൊരു ക്വാർട്ടറിൽ മുൻകാല റിസൾട്ടുകൾ നോക്കുമ്പം ഒന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി റാമ്പപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെയും അതിനൊരു കാർബൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ സെഗ്മെൻറ്റുകളിൽ ഒരു കപ്പാസിറ്റി വർദ്ധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് റവന്യൂ വർദ്ധിക്കുന്നുള്ള ഒരു ഫോർകാസ്റ്റ് ഡെറ്റിൻ്റെ അടിസ്ഥാനം. പിന്നെ ഓൾമോസ്റ്റ് ഒരു ഡെറ്റ് ഫ്രീ ആണ് പറയുകയാണെങ്കിൽ. ഇതിനോടൊപ്പം കളർ കോട്ടഡ് ഷീറ്റ്സ് പിഗ് ആൻഡ് കപ്പാസിറ്റിയും വർദ്ധിപ്പിക്കാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കമ്മീഷനിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കമ്പനിയുടെ നിയർ ടൈമിലേക്ക് അതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പോവുകയാണെങ്കിൽ അതിലൂടെ ലാഭം വർദ്ധിക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റിനെയാണ് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. പാട്രോസ്ക് സ്കോർ 5 ആണ്, ഒരു ആവറേജ് ലെവലാണ് കാണിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ നോക്കുമ്പോഴും ഒരു ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണ്. കമ്പനി ഡെറ്റൊക്കെ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ FI ബൈ ചെയ്യുന്നുണ്ട്. ബുക്ക് വാല്യൂ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ ഒരു വാല്യൂഷൻ സൈഡ് നോക്കുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നത് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ഇച്ചിരി ഹൈയിലാണ് നിൽക്കുന്നത്. സെക്ടർ Pനെക്കാട്ടും ഹൈയിലാണ്. അതായത് സ്റ്റോക്കിൻ്റെ 51 ടൈംസിലാണ് പ്രൈസ് ടു ഏർണിംഗ് നിൽക്കുന്നതെങ്കിൽ സെക്ടറിൻ്റെ വൈസ് നമുക്ക് 30 ഉള്ളൂ. അതൊരു നെഗറ്റീവായിട്ട് തന്നെയാണ് പറയാൻ പറ്റുന്നത്. പിന്നെ പ്രോഫിറ്റബിലിറ്റിയും നോക്കുമ്പോൾ ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയാലും റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയാലും 10-12 ടൈംസിലേ ഉള്ളൂ. അതൊരു ആവറേജ് എന്ന രീതിയിൽ പറയാൻ കഴിയും. പിന്നെ സമീപകാലത്ത് നെറ്റ് ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ ഡിക്ലൈനിങ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില നെഗറ്റീവുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ബാക്കി ഘടകങ്ങൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ടെക്നിക്കൽ സൈഡിൽ നിന്ന് കൂടുതൽ ഉള്ള രീതിയിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിവദേവന് ഈ ഓഹരിയെക്കുറിച്ചുള്ള ടെക്നിക്കൽ വിവരങ്ങൾ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ശിവദേവിൽ നിന്ന് നമുക്ക് ബാക്കി കേൾക്കാം. നമ്മളിവിടെ ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്ക് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ഈ ഒരു ലെവലിലൊക്കെ കൺസോൾട്ടേഷനിലായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു അപ് ട്രെൻഡിലേക്ക് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് കൺസോൾട്ടേഷൻ ലെവലിലേക്ക് പോയത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇവിടെ ഈ ഒരു സോണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഈ ഒരു സോണിലൊക്കെയാണ് ഒരു ഹിറ്റ് കിട്ടിയത്. എക്സാക്ട്ലി ആ ഒരു സോണിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അതായത് ഈ ഒരു ലെവലിനൊക്കെ മുകളിലാണ് ഇപ്പോൾ ക്യാൻഡിലുകൾ വന്നിരിക്കുന്നത്. ഫ്രഷ് ഹൈ ലെവലിലാണ് ക്യാൻഡിലുകൾ ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ് ഒരു 711 ഒരു റേഞ്ചിലാണ് ഇപ്പോൾ സപ്പോർട്ട് ഉള്ളത്. ഹിറ്റ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഹയർ ലെവൽസിലാണ്. അത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ നോക്കുകയാണെങ്കിൽ 769.95 സ്റ്റോക്കിന് ഹിറ്റ് കിട്ടിയിരിക്കുന്നത്. EMA ലെവൽസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു EMA 20 ലെവലിൽ നിന്നും സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കാൻ നോക്കുന്നതായിട്ട് കാണാം. EMA 20, 50, 100, 200 ഈ ഒരു റേഞ്ചൊക്കെ തമ്മിൽ ഇവിടെ വിഡ്ത്ത് കൂടുതലാണ്. അതൊക്കെ തന്നെ ഒരു അപ് ട്രെൻഡ് സൂചനയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. വോളിയം നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലൊക്കെ അത്യാവശ്യം നല്ല വോളിയത്തിലാണ് ട്രേഡിങ് നടന്നിട്ടുള്ളത്. റെഡ് ക്യാൻഡിൽസിൽ പൊതുവെ കമ്പാരിറ്റീവ്ലി വോളിയം കുറവാണെന്ന് കാണാം. നമ്മളിതേ സ്റ്റോക്ക് തന്നെ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ എത്തരത്തിലാണ് അതിൻ്റെ പെർഫോമൻസ് എന്ന് നോക്കാം. EMA നമുക്കൊന്ന് ഒഴിവാക്കാം. ഈ ഒരു ലെവൽ തന്നെയാണ് നമ്മൾ ഒരു 3-4 ആഴ്ചകളായിട്ട് ഹിറ്റ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ മുമ്പോട്ടുള്ള വ്യാപാരത്തിൽ ഇത്തരത്തിലുള്ള ലെവലുകൾ ശ്രദ്ധിച്ച് മാത്രം ട്രേഡിംഗ് അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ നടത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഓഹരി നിക്ഷേപം എപ്പോഴും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അറിയാത്തവർ എന്ത് ചെയ്യണം? സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ അടുത്ത് ചോദിക്കണം. സ്വന്തം നിലയിൽ പഠിക്കാനുള്ള ഒരു ശ്രമത്തിനെ നമ്മൾ ഉത്തേജിപ്പിക്കാനാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത് തന്നെ. മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യണമെന്നും ടെക്നിക്കലായിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കമ്പനിയെ പറ്റി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, കമ്പനിയുടെ ഒരു പ്രോസ്പെക്ടസ് എങ്ങനെയാണ്, സസ്റ്റൈനബിലിറ്റി എങ്ങനെയാണ്, കമ്പനിയുടെ ബിസിനസ് എങ്ങനെയാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണോ, മാനേജ്മെൻറ്റ് എങ്ങനെയുണ്ട്, അത് കമ്പനിയുടെ ഒരു
ഫണ്ടമെൻ്റൽ പാർട്ട്. അതുപോലെ തന്നെ വാല്യുവേഷൻ പാർട്ട് നോക്കുമ്പോഴും നമ്മൾ പി റേഷ്യോ, ബുക്ക് വാല്യൂ ഒക്കെ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു നൽകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്നതിനെ സംബന്ധിച്ച് ഒരു ഓഹരിയുടെ രണ്ട് സൈഡ്, ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് ശിവ വിശദീകരിക്കുന്നുണ്ട്, ചാർട്ട് വെച്ച് തന്നെയാണ് വിശദീകരിക്കുന്നത്. അതിലൂടെ തന്നെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, എന്തൊക്കെ നോക്കണം, എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത്. ടെക്നിക്കൽ സൈഡ് ശിവം വിശദീകരിക്കുന്നതിലൂടെ തന്നെ ഒരു വ്യക്തിക്ക് തന്നെ സ്വന്തം നിലയിൽ ഒരു ഓഹരി അനലൈസ് ചെയ്യാൻ ഉള്ള പ്രാപ്തിയിലേക്ക് എത്താവുന്നതാണ്. പിന്നെ അതിനുപരി ഇന്ന് നിരവധി ടൂളുകൾ ഫ്രീ ആയിട്ട് തന്നെ ലഭ്യമാണ്. ഒരാൾ ശ്രമിച്ചാൽ ഇത് സാധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓഹരി ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തണം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നേരത്തെ പല ലക്കങ്ങളിലും പലരും പല സ്റ്റോക്കുകളുടെ പേരുകളും കമൻ്റായി ഇട്ടിരുന്നു. അതെല്ലാം ഞങ്ങൾ പുതിയ ഒരു വാച്ച് ലിസ്റ്റിലൂടെ അവതരിപ്പിക്കുന്നതാണ്. അടുത്ത അല്ലെങ്കിൽ അതിനടുത്ത ഏതെങ്കിലും ഒരു വാച്ച് ലിസ്റ്റിൽ ഈ ഓഹരികളെക്കുറിച്ച് ഞങ്ങൾ പരാമർശിക്കും. അപ്പോൾ അടുത്ത ആഴ്ച മറ്റു 2 ഓഹരികളുമായി ഞങ്ങൾ വീണ്ടും എത്താം. അതുവരെ ബൈ.